പിണറായി വിജയൻ്റെ കാലത്ത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതിപ്പോൾ ഈ സാധാ കോൺസ്റ്റബിൾ മുതൽ ADGP അജിത് കുമാർ വരെ നീളുന്നതാണ് ആ പട്ടിക. ഗ്രേഡ് SIമാരെ DVSമാരെ പിടിച്ച് ചീത്ത കളിക്കുന്ന ഒരു ഭരണമായിരുന്നല്ലോ. അത്തരം അങ്ങനെ പിണറായി വിജയന് വേണ്ടി ഒരു കള്ളക്കേസ് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെ കാലത്ത് എടുത്തിരിക്കുന്ന 95% കേസുകളും കള്ളക്കേസാണ്. ഒന്നുകിൽ രാഷ്ട്രീയ വിരോധം അല്ലെങ്കിൽ പിണറായി വിമർശിച്ചു എന്നുള്ള ഒരു ഇത്. അങ്ങനെ കള്ളക്കേസ് എടുത്ത ഒരു DYSP, അതായത് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന ഒരു DYSP. ഈ DYSPക്ക് വിരമിക്കാൻ 7 മാസം മാത്രമേ ബാക്കി. ആ 7 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ അതുവരെ അതേവിടെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ചിൽ എന്താ പറയുന്നത്, ഈ വിരമിക്കലും കാത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും വിരാജിക്കുക. UDF സർക്കാർ അധികാരത്തിനേറിയ പിന്നാലെ ഏറ്റവും ആദ്യം ഇദ്ദേഹത്തെ എടുത്ത് വയനാട്ടിനെ അടിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇത് ട്രിബ്യൂണലിനെ സമീപിച്ചു, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. അപ്പോൾ എനിക്ക് റിട്ടയർ ചെയ്യാൻ 1 വർഷമേ ഉള്ളൂ, 1 വർഷം 7 മാസമേ ഉള്ളൂ, എനിക്ക് എൻ്റെ വീടിനടുത്ത് തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ട്രിബ്യൂണൽ എന്ത് ചെയ്തു? ട്രിബ്യൂണൽ അങ്ങനെ നിശ്ചിതമായ വിധിയൊന്നും പുറപ്പെടുവിച്ചില്ല. സർക്കാരിനോട് ഈ അപേക്ഷ പരിഗണിക്കാൻ പറഞ്ഞു. സർക്കാർ ഉടനെ അതിനൊരു മറുപടി കൊടുത്തു. താങ്കൾ വയനാടിന് പ്രിയപ്പെട്ടവനാണ്, താങ്കളുടെ സേവനം വയനാടിന് ആവശ്യമാണ്, അതുകൊണ്ട് താങ്കൾ അവിടെ തന്നെ തുടരും. സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ്, താങ്കളെ പോലുള്ള ഒരാളിന്റെ സേവനം വയനാട് പോലുള്ള ഒരു വലിയ വികസിതം എന്ന് പറയാൻ പറ്റാത്തൊരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് താങ്കൾ വയനാട്ടിൽ തന്നെ തുടരുക. നമ്മുടെ പഞ്ചാബി ഹൗസ് സിനിമയിൽ ഹരിശ്രീ അശോകന് പറ്റിയ പണി പോലെ, എനിക്ക് തുണി അലക്കാനേ അറിയില്ല. അപ്പോൾ വന്നിട്ട് വേണ്ട അറിയാത്തവൻ അലക്കണ്ട, അല്ല നീ ആദ്യം തുണി കഴുകി പഠിക്ക് എന്ന് പറഞ്ഞ പോലെ ഒരു മറുപടിയായിപ്പോയി. ഈ മാന്യന്റെ പേരാണ് പൃഥ്വിരാജ്, സിനിമാ നടനല്ല, മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇതിഹാസ പുരുഷനുണ്ട് പൃഥ്വിരാജ് ചൗഹാൻ. അദ്ദേഹത്തിന്റെ പേരിലുള്ള പൃഥ്വിരാജിന് പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ, പിണറായി വിജയനെ വിമാനത്തെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ച് പാവപ്പെട്ട 2 യൂത്ത് കോൺഗ്രസ് പിള്ളേരെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ പോലെ ഈ വിമാനത്തിലിട്ട് ആക്രമിച്ചതിന് ഈ നാട്ടിലെങ്ങും ഇല്ലാത്ത വകുപ്പുകളെല്ലാം ചുമത്തി ഒരു കേസ് എടുത്തു വെച്ചു. ഇയാൾ ശംഖുമുഖ അസിസ്റ്റന്റ് കമ്മീഷണർ, എയർപോർട്ടിന്റെ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു. അത് പിണറായി വിജയന്റെ ഭരണകാലത്ത്. കാരണം അദ്ദേഹം വിചാരിച്ചത് പിണറായി വിജയൻ അടുത്ത തവണയും ഭരണത്തിൽ 3ാമതും വരുന്ന സമയത്ത് രാജകീയ പ്രൗഢിയിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വിരമിച്ച് അവിടെ നിന്ന് വിരമിക്കാം എന്നാണ് കരുതിയത്. അപ്പോൾ ഇതിന് ഒരുപാട് ഉദ്യോഗസ്ഥരുടെ ശാപമേറ്റ ഒരാളാണ് ഈ പൃഥ്വിരാജ്. അയാൾ ദ്രോഹിക്കാത്തവർ വളരെയധികം. അതെ. അങ്ങനെയാണ് ഈ ശംഖുമുഖ AC ആയിരിക്കുന്ന സമയത്ത് ഈ പാവപ്പെട്ട 2 യുവാക്കളെ വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ആളാണ്. അന്ന് ഈ യുവാക്കളെ ചിറ്റപ്പൻ്റെ നേതൃത്വത്തിൽ ഈ ചിറ്റപ്പനും പഴയ തല്ലി പൊട്ടിച്ച അനിൽകുമാർ അല്ലേ, ഈ അനിൽകുമാറും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതാണ്. അവസാനം ഈ സർക്കാർ അധികാരത്തിൽ കയറിയ പിന്നാലെ ആ കുറ്റപത്രത്തിൽ ഇളവ് വരുത്തി, ഈ ഏവിയേഷൻ വകുപ്പുമൊക്കെ നീക്കം ചെയ്ത് ആ ഒരു രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇങ്ങനെ കള്ളത്തരം കാണിച്ചെടുത്ത കേസുകളെല്ലാം പുനരന്വേഷിക്കപ്പെടും. കാരണം വീണ കൊച്ചമ്മയ്ക്ക് അടുത്ത അടി വരുന്നുണ്ട്. വീണ കൊച്ചമ്മയ്ക്കും സംഭവിക്കും. ഉളുക്കിയ കഴുത്തിന്റെ കാര്യത്തിൽ ഇതിനകത്ത് കുറെ പേർക്ക് പണി കിട്ടും. ഇവരെ പരിശോധിച്ച ഡോക്ടർമാർ, ഒന്ന് വീണ ജോർജ്, ഒന്ന് ഇവരെ പരിശോധിച്ച ഡോക്ടർമാർ, പിന്നെ 5 പിള്ളേരെ പിടിച്ച് 15 ദിവസം റിമാൻഡ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ. ഇത്രയും പേര് ഇതിന് സമാധാനം പറയേണ്ടി വരും. എന്താണ് നിങ്ങളൊക്കെ കരുതി പോന്നിരുന്നതെന്ന് നമുക്കറിയില്ല. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണം ഈ കേരളം എന്ന് ഇല്ലാതാകുന്നു അന്ന് വരെ പിണറായി വിജയൻ ഇവിടെ ഭരിക്കും എന്നാണോ നിങ്ങളൊക്കെ കരുതിയിരുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന മാറ്റം. അതെ, തൽക്കാലം സാർ അവിടെ തന്നെ തുറന്നാൽ മതി എന്നുള്ളതാണ്. അതെ, അതല്ല ഇതിലും നല്ല ഒരു മാർഗം വേറെയില്ല. മാത്രമല്ല ഇയാളായിരുന്നു കേരളത്തിലെ പല സംഭവങ്ങൾ നടക്കുമ്പോൾ പ്രത്യേക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തീരുമാനിക്കുമ്പോൾ ഇയാളായിരുന്നു പറയുന്നു നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. അവനെ വേണം ഇവനെ വേണ്ട എന്നൊക്കെ പറയുന്നത് ഇയാളാ ഭരിച്ചിരുന്നത്. ശശി പിന്നെ MR അജിത് കുമാർ ടീമിന്റെ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. കാരണം കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റോ മറ്റോ ആയിരുന്നു അദ്ദേഹം തീരുമാനിക്കുമായിരുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചപ്പോഴും ഇയാൾ തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കാര്യങ്ങൾ തീരുമാനിച്ചത്. അല്ല, അതിനകത്ത് MR അജിത് കുമാറിന്റെ 2 വിശ്വസ്തരെ തിരികിയിട്ടുണ്ട്. ഈ അവിടെ നിന്നാണ് ഈ രഹസ്യങ്ങൾ മുഴുവൻ ഇവർക്ക് കിട്ടുന്നത്. ഈ 2 പേരെ ബലമായി തിരികെ കോടതി പറഞ്ഞത് കൂടാതെ ഇവര്
ഇതിനകത്തേക്ക് തിരികെ കയറ്റിയത് ഈ അജിത് കുമാറും പൃഥ്വിരാജും ചേർന്നിട്ടാണ് രണ്ടുപേരെ ഒരു SI ഒരു കോൺസ്റ്റബിളിനെ തിരികെ കയറ്റി. അത് ഇവരുടെ സ്വന്തം ആൾക്കാരാണ്. അവിടെ എന്ത് നടക്കുന്നു എന്നുള്ള വിവരം അപ്പോഴപ്പോൾ ചോർത്തി ഇവർക്ക് കൊടുക്കണം. അതാണ് അവരുടെ. അതെ. ഇപ്പൊ എന്താണെങ്കിലും താങ്കളുടെ സേവനം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്കളെ വയനാട്ടുകാർക്ക് വേണം, താങ്കളെ വിടരുത് എന്ന് വയനാട്ടുകാർ. ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചപ്പം ഇവർ വിചാരിച്ചു ഇപ്പം ഉടനെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി കിട്ടും. ഇയാൾക്കും അത് തന്നെ സംഭവിച്ചു. അജിത്ത് വിചാരിച്ചത് ഈ പ്രൊമോഷൻ ശ്രീജിത്തിന് പ്രൊമോഷൻ ആകുന്നതിന്റെ തലേന്നെങ്കിലും ഒരു സ്റ്റേ മേടിച്ചാൽ ഞാൻ തന്നെ ആയിരിക്കും. അപ്പൊ അജിത്തിന് നടപടി സ്റ്റേ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അജിത്ത് തന്നെയാണ്, അജിത്തിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് ഇയാൾ ചാടിപ്പോയി കാറ്റിൽ ചെന്നത്. പക്ഷെ എന്ത് ചെയ്തു, കാറ്റ് നോക്കുമ്പോൾ കോടതിയിലേക്ക് ഇവിടെ നല്ല ഉഗ്രൻ റിപ്പോർട്ടാണ് ചെയ്യുന്നത്. ഇയാളെ കുറിച്ചുള്ള സകലമാന തരികട ഇയാൾ കാണിച്ചതിനെ കുറിച്ച് എല്ലാം ഇദ്ദേഹത്തിന്റെ മഹത്വം മുഴുവൻ കോടതിക്ക് കാറ്റിന് മനസ്സിലായി. അതെ. എന്താണെങ്കിലും വലിയ ശിഷ്യനും അതേ വഴിയിലായി. ഇപ്പൊ ആശാനെ പോലെ ശിഷ്യനും ഇനി വയനാട്ടിൽ പോയി ശിഷ്ടകാലം അവിടെ ഇപ്പം കുഴപ്പമൊന്നും, നല്ല കാലാവസ്ഥയാണ്, മഴയൊക്കെയാണ്. അദ്ദേഹത്തിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തി ഈ LDF ഭരണകാലത്ത് സ്ഥലം മാറ്റപ്പെട്ട് വയനാട്ടിൽ പോയ 1-2 ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കോൺഗ്രസ് അനുഭാവികളാണ്, ഇതുപോലെ DYSPമാരാണ്. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ വരണമെങ്കിൽ ഒരു ദിവസത്തെ വഴിയാണ്. നമ്മളൊരു ട്രെയിനിൽ കയറണമെങ്കിൽ വയനാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് കോഴിക്കോട് വരണം. കോഴിക്കോട് വന്നിട്ട് അവിടുന്ന് ട്രെയിൻ പിടിച്ച് നമ്മളെ വയനാട്ടിൽ നിന്ന് കോഴിക്കോട് അതെ എത്ര സമയം എടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. സാധാരണ വയനാട് ജില്ലയിൽ അവിടെ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ തൊട്ടടുത്ത ജില്ലയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇടാറുള്ളത്. ഇതിന് ലക്ഷ്യം എന്താണ്? നമ്മളെ ദ്രോഹിക്കുക. പണ്ട് നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തൊക്കെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നത് തന്നെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റിക്കളയുന്നതാണ്. ഇപ്പൊ വന്ദേ ഭാരതക്കാർ പോകുന്നറിയാം. അതിനേക്കാളും നല്ല അതല്ല ഇപ്പൊ ഒട്ടുമിക്കവാറും അല്ലെ മുല്ലപ്പെരിയാർ ഒരു സ്റ്റേഷനുണ്ട്, അങ്ങോട്ട് മുല്ലപ്പെരിയാർ സ്റ്റേഷനിലോട്ടാണ് വിടുന്നത്. അതും ഈ പറഞ്ഞ പോലെയാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, മുല്ലപ്പെരിയാർ സ്റ്റേഷൻ കിടില സ്റ്റേഷൻ. നമുക്കൊരു വിശ്രമ ജീവിതം നയിക്കാം. അത്യാവശ്യം ചോദിച്ച് മേടിച്ച് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, അവിടെ തന്നെ ഇരുന്ന് നല്ല ബുക്ക് എഴുതാം, നല്ല ഒരു കുഴപ്പമില്ല, യാതൊരു വിഷയവുമില്ല. വേറെ പണിയൊന്നും ഇവരെ മറ്റുള്ള പണികളൊന്നും നടക്കില്ലല്ലോ, ഇവർക്ക് മറ്റു കച്ചവടങ്ങൾ നടത്തണ്ടേ, അത് നടക്കില്ലല്ലോ. അതൊന്നും നടക്കില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഇത് ബുദ്ധിമുട്ട് വരുന്നത്. എന്താണെങ്കിലും ശരി, നല്ല പണി തന്നെയാണ് ഈ പൃഥ്വിരാജിന് കിട്ടിയിരിക്കുന്നത്. അയാളും അയാളുടെ അസോസിയേഷനും ചേർന്ന് ദ്രോഹിക്കാത്ത പോലീസുകാരില്ല, ദ്രോഹിക്കാത്ത ജനങ്ങളില്ല. പാവപ്പെട്ട 2 യുവാക്കളെ വിമാനത്തിൽ വെച്ച് പിണറായിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് റിമാൻഡ് ചെയ്യിച്ചയാളാണ്. എന്നിട്ട് ഇപ്പോൾ കടന്ന് നിലവിളിക്കുകയാണ്. നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. 7 മാസമല്ലേ ഉള്ളൂ. 7 മാസം എന്ന് പറഞ്ഞാൽ ശതേന്നങ്ങ് കഴിഞ്ഞു, ലീവ് കാണുമല്ലോ. അതെ. പൃഥ്വിരാജ് ആണെങ്കിലും ജയസൂര്യ ആണെങ്കിലും അവിടെ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. സർക്കാർ പറയുന്നതായിട്ട് കാറ്റ് ചതിക്കുമെന്ന് ഇവർ പ്രതീക്ഷിച്ചില്ല. കാറ്റ് ചതിച്ച് ഉത്തരവിട്ടിരുന്നെങ്കിൽ ഇയാൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കോടതിയിൽ സർക്കാർ കൊടുത്ത റിപ്പോർട്ട് ഇദ്ദേഹത്തിന്റെ സേവനം ഞങ്ങൾക്ക് അവിടെ ആവശ്യമാണ്, വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇപ്പൊ വലിയ പേമാരിയും വെള്ളപ്പൊക്കവും വലിയ പ്രശ്നങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ഒരു പ്രഗത്ഭനായ ഉദ്യോഗസ്ഥന്റെ സേവനം തീർച്ചയായും വയനാടിന് ആവശ്യമാണ്. അത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ സേവനം ആവശ്യമാണ്. എന്തായാലും വളരെ നല്ല ഒരു കാര്യമാണ്. ഇതൊക്കെ ഒരുപാട് പേരെ വയനാടിന് ചാടിക്കാൻ മുൻകൈ എടുത്ത ആളാണ് പൃഥ്വിരാജ്. എന്നാൽ താനും പോയതിന്റെ സുഖം ഒന്ന് അറിഞ്ഞു വാ. ഇത്രയേ ഉള്ളൂ. ഇയാളാണ് ഒരുപാട് പേരെ ചാടിച്ചത്. എന്നാൽ പിന്നെ ഒരു പണി ഇയാളും പോയി സുഖം അറിഞ്ഞു. മാത്രമല്ല ഇതാ കേസ് വരുന്നുണ്ട് പുറകെ. ഈ ശംഖുമുഖത്തെ വിഷയത്തിലും ചിലപ്പോൾ അന്വേഷണം വന്നേക്കാം. മാത്രമല്ല ഇതിൽ സ്ഥിരം പരിപാടി എന്ന് വെച്ചാൽ ഇതുപോലെ യൂണിയൻ നേതാവായിരുന്ന ആളെ ദ്രോഹിച്ച ഉദ്യോഗസ്ഥന്മാർ പിന്നെ ഒരു സർക്കാർ മാറി വരുമ്പോൾ അവർ ചെയ്യുന്ന ട്രാഫിക്കിലിടും. അതെ, അവിടെ പ്രധാനപ്പെട്ട സ്ഥലത്തോടെങ്കിലും ഡ്യൂട്ടിക്ക് ഇടും. അപ്പോൾ അവിടെ നിന്ന് വെയിലുണ്ടോളും. എന്താണെങ്കിലും വീണ ജോർജും കൂട്ടരും ചേർന്ന് നടത്തിയ ആ നാടകത്തിൽ ഇപ്പം അന്നത്തെ വീണ ജോർജിനും പിന്നെ ഈ കേസെടുത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അതേതോ പാവപ്പെട്ട ഒരു SIയുടെ തലയെ വരുവാ. പക്ഷേ ഈ ICU നാടകം ഒരുക്കിയ ഡോക്ടർമാരുണ്ടല്ലോ, അവരുടെ മൊഴിയെടുക്കുമല്ലോ. എന്തായിരുന്നു ഇവരുടെ യഥാർത്ഥ ചികിത്സാരേഖ പുറത്തു വരുമ്പം ഇവരൊക്കെ അവിടെ കൃത്രിമമായിട്ടൊന്നും എഴുതി വെക്കാൻ പറ്റില്ല. ഡോക്ടർമാർ MR കുമാർ പറഞ്ഞയച്ചിട്ട് മറ്റേ SIമാർ കരഞ്ഞു വിളിച്ചില്ലേ, അതുപോലെ കരഞ്ഞു വിളിക്കേണ്ടി. ഈ ഡോക്ടർമാരെയൊക്കെ മൊഴിയെടുക്കേണ്ടി വരും. അന്ന് അവസാനം വരുമ്പോൾ കള്ളക്കേസിൽ പിള്ളേരെ കുടുക്കിയ അതിനകത്തെ CCTV ദൃശ്യങ്ങൾ സഹിതം, അത് പോലീസിന്റെ സഹിതമുണ്ട്. ഇത്തവണ കോടതിയിൽ ചെല്ലുമ്പോൾ ചോദിക്കത്തില്ല. ICUയിൽ സെൽഫി എടുത്തവരല്ലേ നേഴ്സുമാർ? അല്ല, ഇത്തവണ കോടതിയിൽ ചെല്ലുമ്പോൾ ചോദിക്കില്ല. കാരണം പോലീസ് ഇത് പിടിച്ചിട്ടുണ്ട്, ഇതിൽ പിടിച്ചിട്ടുണ്ട്, അവരുടെ വീഡിയോയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസിന്റെ ഔദ്യോഗിക വീഡിയോയിൽ സംഭവമുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരെല്ലാം മറുപടി പറയേണ്ടി വരും. വല്ല കാര്യമുള്ള കാര്യമാണ്.
ഒന്നാമത് ഭരണത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാണെന്ന് മനസ്സിലാകാത്തവരാണോ ഈ പോലീസുകാർ? അവർക്കും അറിയാമായിരുന്നല്ലോ ഇവർ ഇറങ്ങി പോകുന്നു. അല്ല, അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാര്യം ക്യാപ്റ്റനാണ് നയിക്കുന്നത്, ഇത് കാരണഭൂതനാണ്, മനസ്സിലായില്ലേ? എന്തായാലും ക്ലാപ്പൻ ഇപ്പോൾ ഓരോരുത്തരെയും വെള്ളം പൂശിക്കൊണ്ടിരിക്കുക. PSC മെമ്പേഴ്സിനെ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞ് രംഗത്ത്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ആ വിഷയം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ ഏതായാലും സംഗതി കൊള്ളാം. ഇതുപോലെ ഇത് തീർന്നിട്ടില്ല, ഇത് തുടക്കം മാത്രമല്ല, ഇതിൽ ഒരുപാട് പേരുണ്ട്. അക്കാര്യത്തിൽ കോൺഗ്രസ്സുകാർ വിട്ടുവീഴ്ച ചെയ്യരുത്. കാരണം ഈ ഉപദ്രവിച്ച കക്ഷികൾ അങ്ങനെ അവർക്ക് കൃത്യമായിട്ട് അവർക്ക് കിട്ടേണ്ടത് കൊടുത്തു തന്നെ വിടണം.